ഡിസംബർ 8-ാം തീയതി, അതായത് ഇവിടെ കേരളത്തിൽ ഇലക്ഷനെ തൊട്ട് തലേ ദിവസമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വിധി പറയാൻ പോകുന്നത്. അതിന് നിർണായക നീക്കങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇനി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ, 10-11 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴിതാ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ദിലീപ് വഴിപാടുകൾ കഴിപ്പിക്കുകയാണ് എന്ന് ആരാധകർ പറയുന്നത്. ദിലീപ് കഴിപ്പിച്ചില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരാധകർ കൃത്യസമയത്തെത്തി എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി അർച്ചന കഴിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് അദ്ദേഹത്തിനെ പ്രതിയാക്കിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗം പേരും ഈ അർച്ചനയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ദിലീപിന് വേണ്ടി ഒരുപാട് കുടുംബ പ്രേക്ഷകർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഉത്രം നക്ഷത്രക്കാരനായ ഗോപാലകൃഷ്ണന്റെ പേരിൽ പല ക്ഷേത്രങ്ങളിലും എറണാകുളം ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അർച്ചനയുണ്ടായിരുന്നുവെന്നും ഡിസംബർ 8-ാം തീയതി വരെ അർച്ചനകൾ മുന്നോട്ട് തന്നെ പോകുമെന്നും പറയുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദിലീപിൻ്റെ ഭാഗത്ത് തെളിവുകൾ ഒരുപാടുണ്ടെങ്കിലും അല്ലെങ്കിൽ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും എന്താണ് സത്യമെന്ന് നമുക്കറിയാൻ സാധിക്കും. ദിലീപിനെ അങ്ങനെ ആർക്കും മനഃപൂർവ്വം കുരുക്കാനൊന്നും ആകില്ല. അദ്ദേഹത്തിനെ കുരുക്കാനെന്ന് വെറുതെ ചെന്ന് പോയാൽ അത് മനസ്സിലാവുകയുമില്ല. അദ്ദേഹത്തിന് കൃത്യമായ തെളിവുകൾ വേണം. അതാണ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാടുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. ഇനി എന്തായാലും ഡിസംബർ 8-ാം തീയതി മാത്രമാണ് ഇതറിയാൻ സാധിക്കുക. അത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരുടെ ഇടയിലേക്കും ചർച്ചയ്ക്കായി വരും. അതോടെ പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അറിയിക്കും. ഡിസംബർ 8-ാം തീയതി ഉടനെ തന്നെ വിധി പറയുകയും ശിക്ഷാവിധി എന്താണെന്ന് പറയുകയും ചെയ്യും. ശിക്ഷയുടെ കാര്യങ്ങൾ കൂടുതൽ 2-3 ദിവസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് മറ്റൊരു തീയതിയിലായിരിക്കാം പറയുന്നത്. എന്തു തന്നെയായാലും 8-ാം തീയതി നമുക്ക് ഇതിൻ്റെ ഉത്തരം അറിയാൻ സാധിക്കും. എന്തായാലും ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. ദൈവത്തിൻ്റെ അടുത്ത് ആരാധകരെത്തി ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് പേരുണ്ട്. എറണാകുളത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹം രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ അർച്ചന കഴിപ്പിക്കുന്നത് എന്ന് പറയുന്നു. ഡിസംബർ 8-ാം തീയതി വരെ, അതായത് 10 ദിവസത്തേക്കും അർച്ചനകൾ ഓരോ ക്ഷേത്രങ്ങളിലും കഴിപ്പിക്കുന്നുണ്ട്. വളരെയധികം ഭക്തി മുന്നിൽ കണ്ട് അല്ലെങ്കിൽ ദൈവത്തിനോട് വളരെ ഭക്തിസാന്ദ്രമായി പെരുമാറുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിലീപ്. ക്ഷേത്രങ്ങളിൽ ദർശിക്കാറും ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാറും ഒക്കെയുള്ളൊരു വ്യക്തിയാണ്. ക്ഷേത്രങ്ങളിൽ തന്നെ പതിവ് തെറ്റിക്കാതെ എത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന് വേണ്ടി ദൈവത്തിൽ അവർ എല്ലാ കാര്യങ്ങളും അർപ്പിക്കുന്നത്. ദിലീപായിട്ട് എവിടെയും അർച്ചന കഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെ എല്ലായിടത്തും എത്തി അർച്ചന കഴിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.